Hi friends, Assalamu alaikum. Bismi Kitchen എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റേഷൻ കിറ്റിലെ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ട് നന്നായിട്ട് കഴുകി ഒരു അരമണിക്കൂർ വെള്ളം വരാൻ വേണ്ടി മാറ്റി വെച്ചതാണ്. അപ്പോൾ ഞാൻ ഒരു ചീനച്ചട്ടി നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ വാരി വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പ് ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ എടുക്കാതെ നമുക്ക് ഈ നുറുക്ക് ഗോതമ്പ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നല്ലൊരു ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുകയും വേണം കേട്ടോ. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെക്കുന്നതെങ്കിൽ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കാനും ശ്രദ്ധിക്കണേ. അപ്പോൾ അതേ നല്ലൊരു മൊരുമരാന്ന് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ മാറ്റി വയ്ക്കാം. ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട്. ഇനി അതേ ചീനച്ചട്ടിയിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് നിലക്കടല എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ കടലെന്നും പറയും, കപ്പലണ്ടി എന്നും ഒക്കെ പറയാം കേട്ടോ. അപ്പോൾ അതും ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നുറുക്ക് ഗോതമ്പ് ഒന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ഒരു ക്ലീനായ ജാർ എടുക്കുക. അതിലേക്ക് നമുക്ക് നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അത് ഞാൻ തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് മാവ് പോലെ പൊടിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ. ഒരു തരിതരിപ്പോട് കൂടി പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ. ക്ലീനായ ഒരു ബൗളിലേക്ക് അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നിലക്കടല ഞാൻ തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അതും നമുക്ക് തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. അത് ഞാൻ അതേ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് എന്താ പറയുക, നുറുക്ക് ഗോതമ്പിൻ്റെ പൊടിച്ചതിലേക്ക് അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 150 ഗ്രാം ശർക്കര, അതായത് 3 ഉണ്ട ശർക്കര 1/4 കപ്പ് വെള്ളത്തിലൊന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ്. അത് അരിച്ചിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിനായിട്ട് 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഏലക്കയും കൂടി പൊടിച്ചെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകം ഒന്ന് പൊടിച്ചതാണ്, വറുത്ത് പൊടിച്ചതാണ്, അതുകൂടി ചേർത്തിട്ട് ഒരു അര സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ്. നെയ്യ് ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കണേ. നെയ്യ് കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് നമ്മൾ അരക്കപ്പ് തേങ്ങയാണ് ചേർത്തിട്ടുള്ളത്. അരക്കപ്പ് തേങ്ങ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ മുറി തേങ്ങ ചിരകി എടുത്തിട്ട് അളന്നെടുത്തപ്പോൾ ഒരു അരക്കപ്പുണ്ട്. ആ തേങ്ങയുടെ അളവ് ഒരിക്കലും കൂടിപ്പോരുത്. 1 കപ്പ് നുറുക്ക് ഗോതമ്പും 1 കപ്പ് നിലക്കടലയും എടുക്കുമ്പോൾ അരക്കപ്പ് നമ്മൾ തേങ്ങ എടുത്താലും മതിയാകും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ 2 പൊടികളും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ശർക്കര പാനിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ച് ചേർക്കുക, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബാക്കി കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം മധുരത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് 150 ഗ്രാം എടുത്തത് 3 ഉണ്ട ശർക്കര. നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു 4 5 ഉണ്ട ശർക്കര വേണമെങ്കിലും എടുക്കാം. കുറച്ച് അധികം മധുരം ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം. ഒരു 250 ഗ്രാം വരെയൊക്കെ എടുക്കാം. ഇനി ബാക്കിയുള്ള പൊടികൾ കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ വീട്ടിൽ റേഷൻ കിറ്റിൽ ഉണ്ടായിരുന്ന നുറുക്ക് ഗോതമ്പൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ട് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. വളരെ ഹെൽത്തി ആയ ഒരു സ്നാക്കാണ്. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഏത് സമയത്തും കഴിക്കാൻ പറ്റും. ഇതിപ്പോൾ നമുക്കൊരു യാത്ര പോകുന്ന സമയത്താണെങ്കിലും ഇത് കയ്യിൽ കരുതാം. അല്ലാതെ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കഴിക്കാൻ തോന്നുമ്പോഴും ഇതിങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ശർക്കര പാനിയിലേക്ക് മുഴുവനായിട്ട് നമ്മുടെ ഈ പൊടികളൊന്ന് മിക്സ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നല്ല ചൂടുണ്ട്, ചെറുതായിട്ടൊന്ന് ഉരുട്ടി കാണിച്ചു തരാം. കണ്ടോ? അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. എന്നാലും നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അത് ചെറുതായിട്ട് ചൂടാറുന്ന സമയത്ത് നമുക്കിത് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇത് ബോളിൻ്റെ ഷേപ്പിലോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, ഞാൻ ഇതേപോലെ ഒരു അളവ് പാത്രത്തിൽ വെച്ചിട്ടാണ് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. നമുക്ക് നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ഷേപ്പർ ഉണ്ടെങ്കിൽ ആ ഷേപ്പ് വെച്ചിട്ട് നമുക്ക് അങ്ങനെ എടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇതേപോലെയാണ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.